നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി കമ്പി തട്ടി യുവാവ് മരിച്ച സംഭവം ഞെട്ടൽ വിട്ടുമാറാതെ പെർള നിവാസികൾ. വൈദ്യുതി കമ്പി സ്ഥാപിച്ചത് അനധികൃതമായി. തലശ്ശേരി സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസിന്റേത് നിഷേധാത്മക നടപടിയെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജനകീയ ഇടപെടലിലൂടെ മാത്രമേ ലഹരി വിമുക്ത സമൂഹം സാധ്യമാവുകയുള്ളൂവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ലഹരി മരുന്ന് മാഫിയ ലക്ഷ്യമിടുന്നത് പുതുതലമുറയാണെന്നും മന്ത്രി ചന്ദ്രശേഖരൻ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ അയവിറക്കി അവർ ഒത്തുകൂടി. പരിപാടി സംഘടിപ്പിച്ചത് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ്. വിശുദ്ധ റംസാന്റെ 25ാം രാവ് ജൂൺ 29-ന് സഅദിയയിൽ 10,000ങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാവുന്ന വ്യക്തിത്വമാണ് EK നായരുടേതെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്നും പന്ന്യൻ. കരുണവറ്റാത്തവരുടെ സഹായഹസ്തങ്ങൾ. നിർധന വിദ്യാർത്ഥികൾക്ക് ഇഫ്താർ കിറ്റുകൾ നൽകി തളങ്കര മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂൾ അറബിക് ക്ലബ്ബും NSS യൂണിറ്റും. വാർത്തകൾ വിശദമായി. പെർളയിൽ പന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി മരിച്ച യുവാവിനെ കിണറ്റിൽ തള്ളിയ കേസിൽ അയൽവാസിയെ അറസ്റ്റ് ചെയ്തു. ബജഗുഡ്ലുവിലെ വാമന നായിക്കാണ് അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുന്ദരന്റെ അയൽക്കാരൻ ബജക്കുടുവിലെ വാമന നായക്കാണ് അറസ്റ്റിലായത്. സംഭവസ്ഥലം നേരിട്ട് കാണാൻ ഫോറൻസിക് വിദഗ്ധൻ ഗോപാലകൃഷ്ണപിള്ള ബജക്കുടുവിലെത്തി. മൃതദേഹം കണ്ട കിണറും വൈദ്യുതി കമ്പിവേലി സ്ഥാപിച്ച സ്ഥലവും അദ്ദേഹം പരിശോധിച്ചു. സുന്ദര മരിച്ചതിന് ശേഷം പിന്നീട് ജഡം ആൾപ്പാർപ്പില്ലാത്ത കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. ബദിയെടുക്ക SI E ദാമോദരൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കിയാണ് കേസ് അന്വേഷിച്ചത്. പോലീസുകാരായ ഫിലിപ്പ്, രഞ്ജിത്ത്, ഗോപാലൻ തുടങ്ങിയവർ സ്ക്വാഡിലുണ്ടായിരുന്നു. ആദ്യം അയൽക്കാരനായ വാമന നായിക്കിനെ ചോദ്യം ചെയ്തുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. സമീപ പ്രദേശങ്ങളിലുള്ളവരുടെ വീടുകളിൽ അന്വേഷിച്ചപ്പോൾ ഒരാൾ സംഭവത്തിന് ദൃക്സാക്ഷിയാണെന്ന് ബോധ്യമായി. രാവിലെ 7 മണിക്ക് ഒരാൾ മൃതദേഹം വലിച്ചഴിച്ചും ചുമന്നും കൊണ്ടുപോകുന്നത് ഒരാൾ കണ്ടിരുന്നു. ഭയന്ന് ഇത് ആരോടും പറഞ്ഞില്ല. പന്നിയെ തുരത്താനാണ് കമ്പിവേലി സ്ഥാപിച്ചത്. പോലീസ് ബോഡി ഷോക്കേറ്റ് മരിച്ചതാണെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പ്രത്യേക സ്ക്വാഡിനെ ഇവിടെ ഫോം ചെയ്ത് അന്വേഷണം നടത്തുകയും അത് അന്വേഷണത്തിൽ ഈ ബോഡി കണ്ട തൊട്ടടുത്ത വീട്ടിലെ വാമന നായിക് എന്ന് പറഞ്ഞ ആളുടെ വീടിനോട് ചേർന്നിട്ട് അയാൾക്കുള്ള കൃഷിത്തോട്ടത്തിലേക്ക് പന്നികളും മറ്റും കയറുന്നതിന് വേണ്ടി അടുത്ത ആൾ കെണിവെക്കാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത അന്വേഷണത്തിലാണ് അയാളെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിൽ ടിയാൻ സംഭവം കുറ്റം സമ്മതിക്കുകയും ടിയാൻ വീട്ടിൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഈ സംഭവസ്ഥല വയലിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ട ബോഡി ഇയാൾ സ്വന്തമായിട്ട് ചുമന്നിട്ട് 300 മീറ്റർ അപ്പുറമുള്ള ഒറ്റപ്പെട്ട കിണറ്റിൽ കൊണ്ട് ഇടുകയാണ് ചെയ്തത്. എന്നും രാവിലെ പന്നി ഷോക്കേറ്റ് ചത്തിട്ടുണ്ടോ എന്നറിയാൻ വാമന നായക് എത്താറുണ്ട്. 19-ന് രാവിലെ എത്തിയപ്പോഴാണ് സുന്ദര മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഭയം മൂലം മൃതദേഹം ചുമന്ന് കിണറ്റിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. ഞണ്ടിനെ പിടിക്കാൻ സുന്ദര വയലിൽ പോകാറുണ്ട്. കമ്പിവേലി സ്ഥാപിച്ചതറിയാതെ വയലിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. തലശ്ശേരി സംഭവത്തിൽ പോലീസിന്റെയും CPMന്റെയും നിഷേധാത്മക നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിൽ ദളിത് കോൺഗ്രസ് നേതാവായ രാജന്റെ മകൾ അഖില, അഞ്ജന എന്നിവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് DCCയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അതേ കണ്ണൂർ ജില്ലയിൽ പാവപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെട്ട 2 പെൺകുട്ടികളെ അതിക്രൂരമായി അവരെ പീഡിപ്പിക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്ത ഏറ്റവും ക്രൂരമായ കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ, കേരളത്തിലെ ജനാധിപത്യ പാരമ്പര്യത്തിന് നാണക്കേടുണ്ടാക്കിയ അതിക്രൂരമായ സംഭവത്തെ അപലപിക്കാൻ, അതിനെതിരെ ധാർമ്മിക രോഷം കേരളത്തിലാകെ ഉണർത്താൻ, ജനമനസ്സുകളിൽ ഉണർത്താനുള്ള ഒരു വലിയ ധർമ്മ സമരമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും അതിന്റെ നേതൃത്വം വഹിക്കുന്ന KPCC അധ്യക്ഷനും ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. BC റോഡിലായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, PK ഫൈസൽ, PA അഷ്റഫ് അലി, സാജിദ് മോവൽ, അർജുൻ താലങ്ങാടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ ഇടപെടലിലൂടെ മാത്രമേ ലഹരി വിമുക്ത സമൂഹം സാധ്യമാവുകയുള്ളൂവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. എക്സൈസ് വകുപ്പ് നടത്തിയ രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ലഹരി വിരുദ്ധ മാഫിയ ലക്ഷ്യമിടുന്നത് പുതുതലമുറയെയാണെന്നും ഇതിനായി ബോധവൽക്കരണം കോളേജുകളിലും സ്കൂളുകളിലും അത്യാവശ്യമാണെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. അന്നത്തെ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ വേരുകളോ ചെടികളുടെ വേരുകളോ പൂവുകളോ കൈകളോ ഒക്കെ എടുത്തുപയോഗിക്കുന്നത് കൊണ്ട് അതിന് ഇത്ര മാരകമായ ദോഷമൊന്നും ചിലപ്പോൾ വരുത്തിവെച്ചിട്ടുണ്ടാവില്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയപ്പോൾ നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായിട്ടുള്ള പുതിയ അറിവിൻ്റെ, പുതിയ ശാസ്ത്രത്തിൻ്റെ, സാങ്കേതിക വിദ്യയുടെ ഒക്കെ നേട്ടങ്ങൾ ഒരു പുറത്തുള്ളപ്പോൾ തന്നെ അതിൻ്റെ ദോഷവശങ്ങൾ കൂടിയുണ്ട് എന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ മുഹമ്മദ് അലി, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ നായർ, എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് റഷീദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി. അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 41ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി മംഗലാപുരം MP നളിൻകുമാർ കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി. 40 വർഷങ്ങൾക്ക് മുമ്പ് 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രിയിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ 352-ാം വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പുവെച്ചതോടെയാണ് അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച മൊറാർജി ദേശായിയും ജയപ്രകാശ് നാരായണനും അടക്കമുള്ള നിരവധി നേതാക്കളെ ജയിലിലടക്കുകയുണ്ടായി. ഇതിന്റെ 41ാം വാർഷികമാണ് ആചരിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി K കരുണാകരൻ, P ജനാർദ്ദന പ്രതാപ് നഗർ, K രാജശേഖര പണിക്കർ, ജനതാദൾ U ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ, BJP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക്, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പർ പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച EK നായർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പന്ന്യൻ. രാഷ്ട്രീയ ബോധമുള്ള നല്ല അധ്യാപകനായിരുന്നു EK നായരെന്നും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മാതൃകയാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്നും CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. മിക്കവാറും ആളുകളില്ലാത്തവരാണ്. ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ അധ്യാപക സംഘം കേരളത്തിൽ സ്ഥായിയായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. കാരണം ഒരു വ്യത്യാസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരികയും പോകുന്ന പാർട്ടി ഭരണത്തിൽ നിന്ന് പോയാൽ പലരേക്കാണ് ഭരണത്തിലുള്ളപ്പോൾ ഒരുപാട് ആൾക്കാരാണ്. ആ ഒരു അവസ്ഥയിൽ പല ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമ്പോഴാണ് ഏത് കാലവും ഒരു മാറ്റവുമില്ലാതെ അധ്യാപകർ നിലനിർത്തുന്നത്. T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ, KV കൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി BV രാജൻ, ബംഗളം P കുഞ്ഞികൃഷ്ണൻ, KS കുര്യാക്കോസ്, M അസനാർ എന്നിവർ പ്രസംഗിച്ചു. ഇനി പുണ്യം തേടി. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. തളങ്കര മുസ്ലിം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പുതുവസ്ത്രമടക്കമുള്ള കിറ്റുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ 5 വർഷമായി ഹയർ സെക്കൻഡറി അറബിക് ക്ലബിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉറ്റവർക്ക് ഒരു ഉപഹാരം എന്ന കാര്യപരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. ഇഫ്താർ കിറ്റ് വിതരണം മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പുതുവസ്ത്രങ്ങൾ ഹെഡ്മിസ്ട്രസ് വിനോദ ടീച്ചറും ഇഫ്താർ കിറ്റ് NSS കോർഡിനേറ്റർ റസീന ടീച്ചറും ഏറ്റുവാങ്ങി. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകൻ ജോസ് മാഷിന് യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് AK മുഹമ്മദ് ബഷീർ ഉപഹാരം സമർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫൈസൽ, മനോജ്, ദേവദാസ്, BE അബ്ദുള്ള, ഹാരിസ്, ശ്യാം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
വിശുദ്ധ റംസാന്റെ 25-ാം രാവിൽ സഅദിയയിൽ 10,000 പങ്കെടുക്കുന്ന ആത്മീയ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാർത്ഥനാ സമ്മേളനം ജൂൺ 29-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നരകമുക്തിയും സ്വർഗീയ സൗഭാഗ്യവും കൈവരുന്ന അവസാന പത്തിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് വിശ്വാസി സമൂഹം സഹദിയയുടെ വിശാലമായ തിരുമുറ്റത്ത് ജനസാഗരം തീർക്കും. കഴിഞ്ഞ 7 വർഷം മുമ്പാണ് വിപുലമായ ഒരുക്കങ്ങളോടെ വിശുദ്ധ റമദാനിലെ 25-ാം രാവിൽ നടത്തുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ജൂൺ 28-ന് വൈകുന്നേരം സ്വാഗത സംഘം ചെയർമാൻ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KS ആറ്റക്കോയത്തങ്ങൾ കുമ്പൂൽ ഉദ്ഘാടനം ചെയ്യും. AP അബ്ദുൽ മുസ്ലിം മാളിക്കൂത്താണ് അധ്യക്ഷൻ. അതിനുശേഷം ജലാലിയ ദിക്ർ ഹൽക്ക സി ജാഫർ സാദിഖ് തങ്ങളുടെ കുമ്പൂലിൻ്റെ നേതൃത്വത്തിൽ. അതോടുകൂടി നോമ്പുതുറയുടെ സമയമാണ്. അതൊരു വിപുലമായ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സമൂഹ നോമ്പുതുറയുടെ വേദിയാണ്. ആയിരങ്ങൾ സംബന്ധിക്കുന്ന വലിയൊരു നോമ്പുതുറയാണ്. അവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദി കൂടിയാണ്. എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സമൂഹ നോമ്പുതുറ ഈ പരിപാടിയുടെ ഒരു പ്രത്യേക ഘടകമാണ്. വാർത്താ സമ്മേളനത്തിൽ സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ, അബ്ദുൽ ഖാദർ മദനി ബള്ളങ്കോട്, അബ്ദുൽ ഖാദർ സഹദി കൊല്ലമ്പാടി, സലാഹുദ്ദീൻ അയ്യൂബി, ഷാഫി ഹജി കീഴൂർ, ഷിഹാബ് പരപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. SYSന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മതപ്രഭാഷണ സമാപനത്തോടനുബന്ധിച്ച് ജൂൺ 29-30 തീയതികളിൽ റംസാൻ പ്രഭാഷണം നടക്കും. പ്രമുഖ മതപണ്ഡിതൻ പേരോട് മുഹമ്മദ് മുസ്ലിയാർ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SYS ജില്ലയിലെ 30 കേന്ദ്രങ്ങളിൽ വിശുദ്ധ റമദാനിൽ സംഘടിപ്പിച്ചു വരുന്ന റംസാൻ പ്രഭാഷണത്തിന് സമാപനം കുറിച്ചാണ് ജൂൺ 29-30 തീയതികളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 30-ന് 12 മണിക്ക് സമാപന സമ്മേളനത്തിൽ M ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഈ വർഷത്തെ പരിപാടി ജില്ലയിൽ 30ഓളം സർക്കിൾ കേന്ദ്രങ്ങളിൽ SYSന്റെ റമദാൻ പ്രഭാഷണ പരിപാടികൾ നടന്നു കഴിഞ്ഞു. അതിൻ്റെ സമാപന പരിപാടിയാണ് 29-30 തീയതികളിലായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള PB ഗ്രൗണ്ടിൽ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PS ആറ്റക്കോയ തങ്ങൾ, കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, ആരിസ് ബന്ന, PA താജുദ്ദീൻ, മുഹമ്മദ് ടിപ്പു നഗർ, ജബ്ബാർ ഹാജി നുള്ളിപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബ ബന്ധങ്ങളിലെ മൂല്യത്തകർച്ച പരിഹരിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബീന റഷീദ് അഭിപ്രായപ്പെട്ടു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു നൂർബിയ റഷീദ്. പണത്തിനാണ് രക്തബന്ധത്തേക്കാൾ വില എന്ന പ്രവണത നീക്കപ്പെടണമെന്നും കുടുംബ ബന്ധങ്ങളിലെ മൂല്യത്തകർച്ച പരിഹരിക്കപ്പെടണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ജില്ലയിലെ അദാലത്തിൽ വന്ന 52 പരാതികളിൽ പലതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങൾ, ജോലിസ്ഥലത്തെ ചൂഷണങ്ങൾ, സഹപ്രവർത്തകർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മൊബൈൽ ഫോൺ ദുരുപയോഗം എന്നിവയാണ്. ഇതിൽ 18 എണ്ണത്തിന് തീർപ്പ് കൽപ്പിക്കുകയും പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ള 13 പരാതികൾ, RDOയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട 4 പരാതികളും കൈമാറിയതായും കമ്മീഷൻ അറിയിച്ചു. 3 പരാതി കൗൺസിലിംഗിന് അയക്കാനും വരുന്ന അദാലത്തിലേക്കായി 13 പരാതികൾ വീണ്ടും പരിഗണിക്കാനും കമ്മീഷൻ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഗതാഗതക്കുരുക്കിന് അയവില്ലാതെ പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും. പുതിയ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തത് ബസ്സുകളുടെ സമയനിഷ്ഠതയ്ക്ക് വിഘാതമാകുന്നു. വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനവ് കാരണം നഗരത്തിലുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാൻ അധികാരികൾ തയ്യാറാവാത്തത് ജനങ്ങളിലും യാത്രക്കാരിലും വൻ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ഏതു സമയത്തും ഗതാഗത കുരുക്കാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള റോഡിലൂടെയും ഇരുവശങ്ങളിലുമായും പാർക്ക് ചെയ്യുന്നതും ഓടുന്നതുമായ വാഹനങ്ങളുടെ വർധനവ് പറഞ്ഞറിയിക്കാനാവില്ല. ഗതാഗത തടസ്സം കാരണം സ്വകാര്യ ബസ്സുകൾക്ക് സമയം പാലിച്ച് സർവീസ് നടത്താനുമാവുന്നില്ല. ദീർഘദൂര ബസ്സുകളുടെ സർവീസ് പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ഡ്രൈവർമാർ അടക്കമുള്ളവരുടെ അഭിപ്രായം. റോഡരികിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിയന്ത്രണ വിധേയമാക്കണം. കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യവും ഇവിടങ്ങളിൽ നന്നേ കുറവാണ്. പുതിയ ബസ് സ്റ്റാൻഡ്, ജനറൽ ആശുപത്രി പരിസരങ്ങളിൽ റോഡ് കുറുകെ കടക്കാൻ മേൽനടപ്പാതകൾ നിർമ്മിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുതിയ ബസ് സ്റ്റാൻഡ് പണി ജൂൺ 20-നകം ആരംഭിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും ഇതേവരെയും പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല. പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളുടെ സർവീസിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കളക്ടർ E ദേവദാസൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. RIDF 17 സ്കീമിൽ ഉൾപ്പെടുത്തി എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയ്ക്ക് അനുവദിച്ച പാക്കേജിലെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പ്രത്യേക പരിഗണന നൽകും.
ബഡ് സ്കൂളുകൾ, സാമൂഹിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, വിവിധ കുടിവെള്ള പദ്ധതികൾ, നീർമറി പ്രദേശ വികസനം തുടങ്ങിയവ ത്വരിതഗതിയിലാക്കണം. പൂർത്തിയായ പദ്ധതികളുടെ ബില്ലുകൾ നൽകണം. പുതുതായി അനുവദിക്കുന്ന RIDF 22 സ്കീമുകൾ അനുമതിക്ക് സമർപ്പിക്കുന്നതിനുള്ള മുൻഗണനാ പട്ടികകൾ ഉടൻ തയ്യാറാക്കണം. ചീമേനി സൈബർ പാർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് നൽകണം. നബാർഡ് RIDF 16 ഉൾപ്പെട്ട പദ്ധതികൾ പൂർത്തിയാക്കി ഡിസംബറിനകം നബാർഡിന് പൂർത്തീകരണ റിപ്പോർട്ടും ബില്ലും നൽകുന്നതിനും 17 ഉൾപ്പെട്ട പദ്ധതികൾ അടുത്ത വർഷം ജൂണിനകം പൂർത്തിയാക്കാനും ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾക്ക് നബാർഡ് സ്കീമിൽ നിന്ന് തുക ഉപയോഗപ്പെടുത്തണമെന്നും കളക്ടർ E. ദേവദാസൻ പറഞ്ഞു. തരിശായി കിടന്ന ബളാൽ ഭഗവതി ക്ഷേത്രവയലിൽ കൃഷിയിറക്കി. ക്ഷേത്ര ഭരണസമിതിയുടെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് 7 ഏക്കർ കൃഷിക്ക് യോഗ്യമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് വിത്തിടൽ നടന്നത്. 8 വർഷത്തിലധികമായി തരിശായി കിടന്ന വയൽ നിരവധി വെല്ലുവിളികൾ മറികടന്നാണ് കൃഷിയോഗ്യമാക്കിയത്. ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി വിത്തിടൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മാധവൻ നായർ, EJ ജേക്കബ്, AV മാത്യു, മുൻ പഞ്ചായത്ത് അംഗം ഹരീഷ് P. നായർ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് M. ഭാസ്കരൻ നായർ എന്നിവർ സംബന്ധിച്ചു. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ബളാൽ ഭഗവതി ക്ഷേത്രം ഭരണസമിതിയുടെയും ാണ് കൃഷി നടന്നത്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ DL സുമ, കൃഷി ഓഫീസർ BM അതുൽ എന്നിവരാണ് കൃഷിക്കാവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നത്. ചെറുവത്തൂർ കൃഷിഭവനിൽ സമ്മേളന ഹാൾ ഉദ്ഘാടനം ചെയ്തു. M. രാജഗോപാലൻ MLA ആണ് സമ്മേളന ഹാളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ, VV സുനിത, സുമിത്രായു, K. നാരായണൻ, OV നാരായണൻ, KV അനൂപ് കുമാർ, PV ജലേശൻ, KV കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടവിപണിയിൽ ഉത്തരേന്ത്യൻ ഉൽപ്പന്നങ്ങളും വർണ്ണക്കുടകളും ഉത്തരേന്ത്യൻ ഹിന്ദിയും കുടവിൽപ്പന പൊടിപൊടിക്കുന്നു. കാലവർഷമെത്തിയതോടെ നീലേശ്വരത്തിന്റെ പാതകളിൽ വർണ്ണക്കുടകളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. പത്രക്കടലാസിന്റെ തുണി പതിച്ച കുട മുതൽ ബഹുവർണ്ണങ്ങളിലുള്ള കുട വരെ ഇവരുടെ പക്കലുണ്ട്. ചെറുതും വലുതുമായ വലിപ്പങ്ങളിലുള്ള ഭീമൻ കുടകളാണെന്നു മാത്രം. ന്യൂ ജനറേഷൻ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ പ്രായമേറിയവർ വരെ കുട കമ്പക്കാരായി മാറിയതോടെ ഇവരുടെ കച്ചവടം ഒന്നുകൂടി പൊടിപൊടിച്ചു. 100 രൂപ മുതൽ 250 രൂപ വരെ വിലയിൽ ലഭ്യമായതോടെ ആവശ്യക്കാരും ഏറെയാണ്. ദിവസേന 50 മുതൽ 70 കുട വരെ വിറ്റഴിയും. കാരണം വെച്ചാൽ പീടിയിൽ ഇപ്പം 400, 500 റുപ്യനെല്ലാം 300 റുപ്യ 350 റുപ്യനെല്ലാം കുടൻ്റെ അടിയിൽ 150 റുപ്യക്ക് നല്ലൊരു കുട കിട്ടുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ ഒരു വലിയ കുടം തന്നെ. പക്ഷേ ഇത് എത്ര നിൽക്കുമെന്നുള്ള കാര്യം ഇപ്പം അറിയില്ല. ഇപ്പം ഇപ്പം അറിയും. കിലോമീറ്ററുകൾ താണ്ടി കേരളത്തിലെത്തിയ ഉത്തരേന്ത്യൻ യുവാക്കൾക്ക് ഇത് ജീവിക്കാനുള്ള മാർഗമാണ്. ഇവരുടെ ജീവിതകഥയിൽ കുടകളിലേതുപോലെ ബഹുവർണ്ണങ്ങളില്ല. തുച്ഛവിലയിൽ വിൽപ്പന നടത്തുമ്പോൾ കുടുംബത്തിന് പട്ടിണി മാറ്റാനും ഒപ്പം പഠനം പൂർത്തിയാക്കാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇത് ചൈനേനെ സാധനമായി കൂടെ ചൈനേനെ ബോംബെ ഇറങ്ങുന്നത്. ഇത് ഞാൻ ബോംബെനെ കൊണ്ടുവരുന്നത് 130 മുതലായിട്ടാണ് 150 വിൽക്കുന്നത്. ഒരു 20 റുപ്യ ലാഭം ഉണ്ടാവും, സീരിയൽ ലാഭം. ഈട് 10 കൊല്ലം ഈ കണ്ണൂരത്തിൽ. ഞാൻ നാട് രാജസ്ഥാനാണ്. ഈട് അല്ല സ്ഥിരമായിട്ട് ഈട് കച്ചവടം ഉണ്ട്. ഈട് ഞാൻ വിൽക്കുന്നുണ്ട്, കുറെ ആയിട്ടുണ്ട്, മാറി മാറി വിൽക്കും. ജയ്പൂർ, അൽവാറിൽ നിന്നുമുള്ളവർ സംഘമായി ഇവിടെ എത്തും. പിന്നീട് 3-4 പേർ ചേർന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കച്ചവടം നടത്തും. പിന്റു, സണ്ണി, സിൻഡു തുടങ്ങിയ സംഘമാണ് നീലേശ്വരത്തെ പ്രധാന വിൽപ്പനക്കാർ. കൂടെയുള്ള മറ്റു യുവാക്കൾ കാഞ്ഞങ്ങാടും കാസർഗോഡുമായി വിൽപ്പന നടത്തുന്നു. പണമില്ലാത്തതുകൊണ്ട് പഠനം നിന്നു പോകരുതെന്ന ദൃഢനിശ്ചയം ഇവരെ ആദ്യം മുംബൈയിലെത്തിച്ചു. അവിടെ നിന്നു വാങ്ങിയ കുടകളുമായി കാലവർഷം തിമിർത്തു തുടങ്ങിയ കേരളത്തിലേക്ക് വണ്ടി കയറി. കൂടെ വന്ന കുടുംബാംഗങ്ങളെ കണ്ണൂരും കാസർഗോഡുമായി ലോഡ്ജിൽ താമസിപ്പിക്കുകയായിരുന്നു. പിലിക്കോട് സഹകരണ ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ് പുറത്തുവന്നതോടെ ഇടപാടുകാർ തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കാൻ കൂട്ടത്തോടെ ബാങ്കിലെത്തുന്നു. കഴിഞ്ഞ ആഴ്ച 100-ലധികം നിക്ഷേപങ്ങളാണ് പിൻവലിച്ചത്. 2 ആഴ്ച മുമ്പാണ് ബാങ്ക് മാനേജർ ശരത് ചന്ദ്രൻ പലരുടെയും പേരിൽ മുക്കുപണ്ടം പണയം വെച്ച് 81 ലക്ഷത്തോളം രൂപ തട്ടിയത് പുറം ലോകമറിഞ്ഞത്. തട്ടിപ്പിന്റെ ഉറവിടം ബാങ്ക് മാനേജറാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നിക്ഷേപകർ കൂട്ടത്തോടെ എത്തി നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയത്. കൂടാതെ ലോക്കറുകളിൽ സൂക്ഷിച്ച ആഭരണങ്ങളെക്കുറിച്ചും അറിയാൻ ആളുകൾ ബാങ്കിലെത്തുന്നുണ്ട്. വർഷങ്ങളായി ഭരണസമിതി നേതൃത്വത്തിൽ അഴിമതി തുടരുന്ന ബാങ്കിനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. 15 പേർക്ക് 30 ലക്ഷം രൂപ മാനേജർ ശരത് ചന്ദ്രൻ ബ്ലേഡ് പലിശയ്ക്ക് നൽകിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നും കൈപ്പറ്റിയ എഴുതാത്ത മുദ്രപത്രവും
ചെക്കും പോലീസ് പിടിച്ചെടുത്തു. ഇതോടൊപ്പം വഴിവിട്ട പല ബന്ധങ്ങളും മാനേജർ ശരത്ചന്ദ്രനുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സ്വർണം പണയം വെച്ച് കോടികൾ തട്ടിയവർക്കെതിരെ കർശന നടപടികൾ ആവശ്യപ്പെട്ട് വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരിക്കുകയാണ്. പിലിക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 100ഓളം പേരാണ് കഴിഞ്ഞ ആഴ്ച നിക്ഷേപം പിൻവലിച്ചത്. വർഗീയ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചരിക്കുന്ന കിംവദന്തിക്കെതിരെ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകുക എന്ന ഉദ്ദേശവുമായി ആദ്യ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കും. ഫ്രണ്ട്സ് ഓഫ് പോലീസ് എന്ന പേരിലാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഈ കൂട്ടായ്മ പ്രവർത്തനം ആരംഭിക്കുക. ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ സുഹൃത്തുക്കൾ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിഘടിച്ചു നിൽക്കുന്ന ക്ലബ്ബുകളുടെ സംയുക്തമായ പ്രവർത്തനം സാധ്യമാക്കാനാണ് അതാത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ ക്ലബ്ബുകളുടെ ഭാരവാഹികളുടെ യോഗം വിളിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ജില്ലയിലെ വർഗീയ സംഘർഷം ഇല്ലാതാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ക്ലബ്ബുകൾ തമ്മിലുള്ള ആശയവിനിമയവും സഹകരണവും ഇതിലൂടെ ഉറപ്പാക്കും. ക്ലബ്ബുകളുടെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാടിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സേവനങ്ങൾ നടപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. പരിസര ശുചീകരണവും ക്ലബ്ബുകളുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ നടപ്പാക്കുന്ന പദ്ധതി മറ്റ് സ്റ്റേഷനുകളിലേക്കും വ്യാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി കമ്പി തട്ടി യുവാവ് മരിച്ച സംഭവം ഞെട്ടൽ വിട്ടുമാറാതെ പെർള നിവാസികൾ. വൈദ്യുതി കമ്പി സ്ഥാപിച്ചത് അനധികൃതമായി. തലശ്ശേരി സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസിന്റേത് നിഷേധാത്മക നടപടിയെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജനകീയ ഇടപെടലിലൂടെ മാത്രമേ ലഹരി വിമുക്ത സമൂഹം സാധ്യമാവുകയുള്ളൂവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ലഹരി മരുന്ന് മാഫിയ ലക്ഷ്യമിടുന്നത് പുതുതലമുറയാണെന്നും മന്ത്രി ചന്ദ്രശേഖരൻ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ അയവിറക്കി അവർ ഒത്തുകൂടി. പരിപാടി സംഘടിപ്പിച്ചത് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ്. വിശുദ്ധ റംസാന്റെ 25ാം രാവ് ജൂൺ 29-ന് സഅദിയയിൽ 10,000ങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാവുന്ന വ്യക്തിത്വമാണ് ഇ.കെ. നായരുടേതെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്നും പന്ന്യൻ. കരുണവറ്റാത്തവരുടെ സഹായഹസ്തങ്ങൾ. നിർധന വിദ്യാർത്ഥികൾക്ക് ഇഫ്താർ കിറ്റുകൾ നൽകി തളങ്കര മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂൾ അറബിക് ക്ലബ്ബും NSS യൂണിറ്റും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.